ഇനി ആ എന്നുള്ള അക്ഷരം എങ്ങനെ എഴുതുന്നത് എന്ന് നോക്കിയാലോ. അപ്പൊ നമ്മൾ നോട്ട് ബുക്ക് എങ്ങനെയാ പിടിക്കേണ്ടത്? ദാ ഇങ്ങനെയാണ് കേട്ടോ. ദാ ഈ മാർജിൻ കണ്ടോ, ഈ ലൈന് നമ്മുടെ നെഞ്ചോട് ചേർത്ത് നമ്മൾ വെക്കണം. ഇങ്ങനെ നോട്ട് ബുക്ക് വെക്കാൻ പറ്റുമോ? വെച്ച് എഴുതാൻ പറ്റുമോ? ഇല്ല അല്ലേ. ഇങ്ങനെ എഴുതി ശീലിക്കരുത്. ആദ്യം മുതലേ നമ്മൾ ഇങ്ങനെ എഴുതി തന്നെ ശീലിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആ എഴുതി പഠിച്ചതാണിത്. ഇനി ആക്ക് ആ എന്ന അക്ഷരത്തിന് എന്ത് വ്യത്യാസമാണുള്ളത് എഴുതുമ്പോ? നമുക്ക് നോക്കാം. നോക്കിക്കോളൂ കേട്ടോ. ആദ്യം റായുടെ കാല് വരയ്ക്കുക, എന്നിട്ട് നമ്പർ 3 എഴുതുക, ഉള്ളിലോട്ട് പോയി താഴോട്ട് വരിക, വീണ്ടും പേന എടുക്കാതെ ആ മുകളിലോട്ട് വരിക, എന്നിട്ട് റാ എഴുതി ഉള്ളിലോട്ട് ഒരു വട്ടട്ടാൽ ആ എന്ന അക്ഷരമായി. അതിനു മുമ്പോട്ടൊരു വാല് വരച്ചാൽ അല്ലെങ്കിൽ ഒരു തുമ്പിക്കൈ പോലെ വരച്ചാൽ എന്തായി? ആ എന്ന അക്ഷരമായി. എങ്ങനെയാണ്? റായുടെ കാല് വരയ്ക്കുക, 3 വരയ്ക്കുക, ഉള്ളിലൂടെ പോവുക, താഴോട്ട് വരിക, വീണ്ടും മുകളിലോട്ട് പോയി റാ എഴുതുക, ഉള്ളിലോട്ടൊരു വട്ടിടുക, എന്നിട്ട് താഴോട്ടൊരു തുമ്പിക്കൈ വരച്ചാൽ ആ എന്ന അക്ഷരമായി. റായുടെ കാല് വരയ്ക്കുക, എന്നിട്ട് 3 എഴുതുക, ഉള്ളിലോട്ട് പോവുക, താഴോട്ട് വരിക, വീണ്ടും ആ വരയിലൂടെ മുകളിലോട്ട് പോയി റാ എഴുതുക, എന്നിട്ട് രാ എന്ന് എഴുതുക. ഈ ഭാഗം മാത്രം രാ എന്നാണ് അല്ലേ. എന്നിട്ട് താഴോട്ടൊരു തുമ്പിക്കൈ വരച്ചാൽ ആ എന്ന അക്ഷരമായി. കണ്ടോ? താഴേന്ന് തുടങ്ങി റാ തുടങ്ങി വെക്കുക, എന്നിട്ട് 3 എഴുതുക, ഉള്ളിലൂടെ പോയി താഴോട്ട് വരിക, വീണ്ടും ആ വരയിലൂടെ പോയി റാ എഴുതുക, ഉള്ളിലോട്ടൊരു വട്ടമിട്ട് താഴോട്ടൊരു തുമ്പിക്കൈ പോലെ വരച്ചാൽ ആ എന്ന അക്ഷരമായി. മറന്നു പോകുമോ? ആ എന്ന അക്ഷരത്തിന് എന്ത് പ്രത്യേകതയാണ്? മുന്നിലോട്ടൊരു തുമ്പിക്കൈ പോലെ വളഞ്ഞിട്ടൊരു വാല് പോലെ. ആ എന്ന അക്ഷരത്തിന് എന്ത് പ്രത്യേകതയാണുള്ളത്? ആനയുടെ തുമ്പിക്കൈ പോലെ താഴോട്ട് ഒരു വാല് തൂങ്ങിക്കിടക്കുന്നുണ്ട് അല്ലേ.